1917 കാലഘട്ടത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തീയിൽ യൂറോപ്പ് വെന്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധവും മരണവും ഭയവും നിറഞ്ഞ ആ കാലഘട്ടത്തിലായിരുന്നു പോർച്ചുഗലിലെ ഫാത്തിമ എന്ന ചെറിയ ഗ്രാമത്തിൽ 3 ഇടയക്കുട്ടികളായ ലൂസിയ ഡോ സാൻഡ്രോസ്, ഫ്രാൻസിസ്കോ മാർട്ടോ, ജസീന്ത മാർട്ടോ എന്നിവരുടെ ജീവിതത്തിലൂടെ ലോകത്തിനൊരു ആത്മീയ സന്ദേശം ലഭിച്ചത്. 1917 മെയ് 13 മുതൽ അവർ പരിശുദ്ധ മറിയത്തിന്റെ ദർശനങ്ങൾക്ക് സാക്ഷികളായി പ്രാർത്ഥിക്കുവാനും പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവാനും പാപപരിഹാര പ്രവൃത്തികൾ ചെയ്യുവാനും തുടങ്ങി. ലോക സമാധാനത്തിനായി ദൈവത്തോട് അപേക്ഷിക്കാനായിരുന്നു ആ സന്ദേശത്തിലൂടെ മാതാവ് ആവശ്യപ്പെട്ടത്. തുടർന്ന് എല്ലാ മാസവും 13-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടവർക്ക് സന്ദേശങ്ങൾ നൽകി. എന്നാൽ ഓഗസ്റ്റ് മാസമായപ്പോൾ ഈ ദർശനങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നു. 1917 ഓഗസ്റ്റ് 13-ന് ഫാത്തിമയിലെ ഖോവാദ ഇറിയ എന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. അവരുടെ പ്രതീക്ഷ എത്രയും ആ 3 കുട്ടികൾ അവിടെ എത്തുമെന്നും പരിശുദ്ധ മറിയം വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നുമായിരുന്നു. എന്നാൽ ആ കുട്ടികൾ അവിടെ എത്തിയില്ല. കാരണം ഒയറേമയിലെ പ്രാദേശിക ഭരണാധികാരിയായ അർത്തൂർ സാൻഡ്രോസ് അവരെ തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയായിരുന്നു. ദർശനം വ്യാജമാണ് എന്ന് പ്രഖ്യാപിക്കുവാനും മാതാവ് അറിയിച്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും ആ അധികാരി അവരെ ക്രൂരമായി ഭീഷണിപ്പെടുത്തി. തിളച്ച എണ്ണയിൽ മുക്കി കൊല്ലുമെന്ന് പറഞ്ഞ് ഓരോരുത്തരെ വേർപ്പെടുത്തി കൊണ്ടുപോയപ്പോഴും ആ ഇടയ കുഞ്ഞുങ്ങൾ വിറച്ചില്ല. ഞങ്ങളെ കൊന്നോളൂ, പക്ഷേ മാതാവ് പറഞ്ഞ രഹസ്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് അവർ തടവറയിൽ വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അധികാര ശക്തികൾക്ക് മുന്നിൽ പീഡനങ്ങൾക്കും ഭീഷണികൾക്കും തകർക്കാൻ കഴിയാത്ത ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉജ്ജ്വലമായ സാക്ഷ്യമായിരുന്നു ആ തടവറ. എങ്കിലും ഓഗസ്റ്റ് 13-ന് ഖോവാദി ഇറിയയിൽ നടക്കേണ്ടിയിരുന്ന ദർശനം തടസ്സപ്പെട്ടു. 1917 ഓഗസ്റ്റ് 15 വരെ അവർ തടങ്കലിൽ തുടർന്നുവെങ്കിലും ഒടുവിൽ അവർ മോചിതരായി. എന്നാൽ ഓഗസ്റ്റ് 13-ന് വരാമെന്ന് പറഞ്ഞ പരിശുദ്ധ മറിയം ഇനി വരുമോ? ഈ ചോദ്യം അവിടെ അവശേഷിച്ചു. അതിന് ഉത്തരം ലഭിക്കാൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 1917 ഓഗസ്റ്റ് 19-ന് ഫാത്തിമയ്ക്ക് അടുത്തുള്ള വാലിനോസയിൽ ലൂസിയയും ഫ്രാൻസിസ്കോയും ആടുകളെ മേച്ചുകൊണ്ടിരിക്കുകയും ജസീന്തയും പിന്നീട് അവർക്കൊപ്പം ചേർന്നു. പെട്ടെന്നായിരുന്നു അവർ വീണ്ടും ആ അത്ഭുതകരമായ പ്രകാശം അനുഭവിച്ചത്. ആ 3 കുട്ടികളുടെ മുൻപിൽ പരിശുദ്ധ മറിയം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഓഗസ്റ്റ് 13-ന് മറിയത്തിന്റെ അടുത്തേക്ക് പോകുവാൻ കഴിയാതിരുന്ന കുട്ടികളുടെ അടുത്തേക്ക് ഓഗസ്റ്റ് 19-ന് പരിശുദ്ധ മറിയം വീണ്ടും. വലിഞ്ഞോസിയിലെ ദർശനത്തിൽ പരിശുദ്ധ മറിയം കുട്ടികളോട് വീണ്ടും പ്രാർത്ഥനയ്ക്കായി ആഹ്വാനം ചെയ്തു. ദിവസവും ജപമാല ചൊല്ലണമെന്നും പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമെന്നും ത്യാഗങ്ങൾ സഹിക്കണമെന്നും ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും മനുഷ്യരുടെ ആത്മരക്ഷയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കണമെന്നും അരുളി ചെയ്യുകയും ചെയ്തു. പ്രാർത്ഥന, പരിഹാരം, മാനസാന്തരം, ആത്മാക്കളുടെ രക്ഷ എന്നിവയിലൂന്നിയ ഫാത്തിമ സന്ദേശത്തിന്റെ ഹൃദയം അവിടെ വീണ്ടും പ്രഘോഷിക്കപ്പെട്ടു. വാലിഞ്ഞോസിയിൽ ഈ സന്ദർശനത്തിനിടെ ഖോവാദി ഇറിയയിൽ ഒരു ചാപ്പൽ നിർമ്മിക്കണമെന്ന ആഗ്രഹവും പരിശുദ്ധ മറിയം അറിയിച്ചിരുന്നു. അങ്ങനെ ഖോവാദി ഇറിയയിൽ പടുത്തുയർത്തിയ ദേവാലയമാണ് പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയത്. വാലിഞ്ഞോസിയിലെ 4ാമത്തെ ദർശനം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, മറിച്ച് അത് ഇന്നും പ്രസക്തമായ ഒരു ആത്മീയ സന്ദേശം കൂടിയാണ്. മനുഷ്യൻ ഒരു വഴി അടച്ചേക്കാം, പക്ഷേ ദൈവത്തിന്റെ വഴി അടയ്ക്കാൻ സാധിക്കില്ല. പരിശുദ്ധ മാതാവിന്റെ സന്ദേശം സഭയുടെ ദൗത്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക, ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. മറിയം മനുഷ്യനെ തന്റെ അടുക്കലേക്കല്ല വിളിച്ചത്, മറിച്ച് ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത്. ഫാത്തിമയിലെ പ്രത്യക്ഷീകരണങ്ങൾ ആ വർഷം ഒക്ടോബറിൽ വരെ തുടർന്നു. 1917 ഒക്ടോബർ 13-ൽ 70,000-ഓളം പേരെ സാക്ഷിയാക്കി ഫാത്തിമയിൽ മിറാക്കിൾ ഓഫ് ദി സൺ എന്നറിയപ്പെടുന്ന സൂര്യനിലെ അടയാളം സംഭവിച്ചു. സൂര്യൻ ആകാശത്ത് നൃത്തം ചെയ്യുന്നത് പോലെ ജനത്തിന് കാണപ്പെട്ടു. വിവിധ നിറങ്ങളിലുള്ള പ്രകാശം സൂര്യനിൽ ജനങ്ങൾ കണ്ടു. ഒടുവിൽ സൂര്യൻ ഭൂമിയിലേക്ക് പതിക്കുന്നതായി ജനത്തിന് അനുഭവപ്പെട്ടു. അതിനുശേഷം സൂര്യൻ സാധാരണ നിലയിലേക്ക് മടങ്ങി. അന്ന് പത്രപ്രവർത്തകനായ അവേലിനോ ഡി ആൽമാഡ ഈ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. മാധ്യമങ്ങളിൽ ചിത്രലേഖനങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടു. പതിവ് പോലെ കുട്ടികൾ പരിശുദ്ധ മറിയത്തെ കണ്ടു. അവർ ലേഡി ഓഫ് ദ റോസറി എന്ന് പരിശുദ്ധ മാതാവ് പരിചയപ്പെടുത്തി. ദിവസവും ജപമാല ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിക്കുമെന്നും സൈനികർ ഉടൻ വീടുകളിലേക്ക് മടങ്ങുമെന്നും അന്നത്തെ സന്ദേശത്തിൽ മാതാവ് പറഞ്ഞു.
ഫാത്തിമ മാതാവ് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക, മാനസാന്തരപ്പെടുക, ജപമാല ചൊല്ലുക, ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക.